എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ പരിഹസിക്കാനോ നിങ്ങളെ മോശമായി ചിത്രീകരിക്കാനോ ഞാനില്ല. അതിന് അർഹനായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. ഇതേ പ്രായത്തിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇങ്ങനെയല്ല എന്ന് മാത്രം. അത്യാവശ്യം കുറച്ചൊക്കെ കുസൃതികളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പിള്ള ചമയൊന്നുമല്ല. പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തൊരു മോശമായ കാര്യമാണ്. കാരണം നിങ്ങൾ വാഹനത്തിലൂടെ പോകുന്നു, അതൊരു ബക്കറ്റ് വെച്ചിട്ട് ഒരാളെ കുളിപ്പിക്കുന്നു. ഇതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിലൂടെ വ്യൂവേഴ്സും ലൈക്കും ഫോളോവേഴ്സും ഒക്കെ സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാനുള്ള നീക്കമാണ് എങ്കിൽ അത്യാവശ്യം വിവരവും ബുദ്ധിയുമുള്ള ഒറ്റ ഒരുത്തനും സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന് മാത്രമല്ല, ഒരു രീതിയിലും നിങ്ങളെ പിന്തുണക്കത്തില്ല. നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊള്ളാം. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. സോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എതിർവശത്തുള്ള, അതായത് വാഹനം ഓടിക്കുന്ന ആളുടെ തലയിലേക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവണത ചെയ്യുന്നുള്ളത്, അതായത് കുളിപ്പിക്കുന്നുള്ളത്. സോപ്പോ ഷാമ്പൂയോ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൻ്റെ പത എങ്ങാനും ഈ പറയുന്ന ആളുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓടിക്കുന്നതിനിടയിൽ അയാളുടെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അങ്ങനെ ശ്രദ്ധ തെറ്റിയിട്ട് അയാൾ ഏതെങ്കിലും ഒരു വാഹനത്തിലേക്കോ ഏതെങ്കിലും ഒരു ബൈക്കിലേക്കോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു വണ്ടിയിലേക്കോ ഇടിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിലുള്ള ആൾ ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റില്ലാതെ പണിയെടുക്കുന്ന, ഒരുപാട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പൊരുതുന്ന ഒരു മനുഷ്യനായിരിക്കാം. അയാളെ പോയിട്ട് ഇടിക്കുന്ന സമയത്ത് അയാളുടെ സ്വപ്നങ്ങളും അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും അയാളുടെ പ്രതീക്ഷകളും ഒക്കെ ആ ഒറ്റ അപകടത്തിലൂടെ ഇല്ലാതാക്കും. അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ അയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ, അയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന അയാളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വഴിയാധാരമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതിന് കാരണമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മാറും. ഇത് വളരെ നിസ്സാരമായിട്ട് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകാം. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയുന്നത് ഒരു ജ്യേഷ്ഠനെ പോലെ, ഒരു സഹോദരനെ പോലെയാണ്. ഒരിക്കലും നിങ്ങളെ പരിഹസിക്കുന്നില്ല. നിങ്ങൾക്ക് നോക്കുക, ഇത് കാരണം നിങ്ങൾക്കുണ്ടായിട്ടുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്തു. MVD കേരള അവരുടെ ഔദ്യോഗിക പേജിൽ, അതായത് ഒരു ഗവൺമെൻറ് സംവിധാനം നിങ്ങളെ അവരുടെ ഔദ്യോഗിക പേജിൽ നിങ്ങളെ ചിത്രീകരിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിൽ യാതൊരു തെറ്റുമില്ല. ആ ചിത്രീകരണത്തിലൂടെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമേജ് അത് എത്രത്തോളം വലുതാണ്. ആളുകളൊക്കെ നിങ്ങളെ കാണുന്ന കണ്ണ് ഏതൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവണതയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പറ്റിയ തെറ്റിനെ തിരുത്തിയിട്ട് ഒരു വീഡിയോയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരിക. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ശരിയാണ്, ഞങ്ങളിനി ഇത് ചെയ്യില്ല. ഇങ്ങനെയൊന്നും വാഹനം ഓടിക്കാനും ഇങ്ങനെയൊന്നും വാഹനത്തിൽ ഒരാളെ കുളിപ്പിച്ചുകൊണ്ട് പോകാനും പാടില്ല. അതൊക്കെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അറിയാതെ ചെയ്തു പോയിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ MVD ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് എന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ തെറ്റ് തിരുത്താൻ തയ്യാറായി മുന്നോട്ട് വരികയാണ്. ഒരു വീഡിയോ നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു അവയർനെസ് എന്ന രീതിയിൽ തെറ്റുപറ്റിയവരാണ് അത് തിരുത്തിയിട്ട് മുന്നോട്ട് വരേണ്ടത്. അങ്ങനെ തിരുത്തുമ്പോൾ ഇതുപോലെയുള്ള തെറ്റുകളൊക്കെ പലപ്പോഴായിട്ട് ഇത്രയും രീതിയിലുള്ളതല്ല എങ്കിൽ പോലും ചെറിയതൊക്കെ നമുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അത് തിരുത്തിയിട്ട് മാതൃകാപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്ന് നോക്കിയേ, ഏത് രീതിയിലുള്ള ഒരു സ്വീകാര്യത നിങ്ങൾക്കുണ്ടാകും? വലിയ രീതിയിലുള്ള സ്വീകാര്യത ഉണ്ടാകും. അതല്ല എങ്കിൽ, അത് തിരുത്താൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ പോലെ ഇതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ വരും. അവരിത് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ ഇങ്ങനെ ചിത്രീകരിക്കുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അവസ്ഥകളിലേക്കൊന്നും പോകാതെ, അപകടകരമായ സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ഈ വിഷയത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ യൂട്യൂബിലൂടെയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഒരു വലിയ നിർദ്ദേശം നൽകുക. പറ്റിപ്പോയ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക. പ്രചോദനമാകുന്ന വീഡിയോസ് ചെയ്യുക. ആ വീഡിയോ എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അടക്കം പോസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാം.
പരിഹസിച്ച് അവഹേളിച്ച് നിങ്ങൾ ഒറ്റപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല. തെറ്റുപറ്റിയത് തിരുത്തിയിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ഈ രണ്ട് സഹോദരങ്ങളും മാതൃകാപരമാകുന്ന രീതിയിൽ ഇനി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുക. എന്തായാലും MVD ചെയ്ത കാര്യത്തിൽ ഒരു തെറ്റുമില്ല. അവർ വളരെ കൃത്യമായിട്ട് അവരുടെ നടപടിക്രമങ്ങൾ നല്ല രീതിയിൽ ചെയ്തു. അതൊരു നല്ല സന്ദേശമാണ്. ആ സന്ദേശം നിങ്ങളും കൂടി ഏറ്റുപിടിച്ചു കഴിഞ്ഞാൽ മാസ്സാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വീഡിയോ ഇതിനോടകം തന്നെ ലക്ഷങ്ങളാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും കണ്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.